റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടും. ഈ കാണിക്കുന്ന ക്വാണ്ടിറ്റി 2 പേർക്കുള്ളതാണ്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിന് വേണ്ടി 1 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ചെറിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അരി വേവിക്കാൻ വേണ്ടി 5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് 5 കപ്പും വെള്ളം വെച്ചേക്കുന്നത്. ഇത് ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. ഈ അരി ഒരുപാട് വെന്ത് പോകാനും പാടില്ല. ഇത് അധികം വെള്ളം ഒഴിച്ച് വേണം അരി വേവിക്കാനായിട്ട്. ഈ വെള്ളത്തിലേക്ക് ഉപ്പ്, 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഈ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ടല്ലോ, അത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അരി ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ്. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് മുറിക്കേണ്ടത്. മുറിച്ച് കഴിഞ്ഞപ്പോൾ 1 കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുരുമുളകും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ വെച്ചേക്കണം. ഇനി കുറച്ച് പച്ചക്കറികൾ വേണം. ക്യാരറ്റ് 1/3 കപ്പ്, ബീൻസ് 1/3 കപ്പ്, ക്യാബേജ് 1/2 കപ്പ്, കാപ്സിക്കം 1/2 കപ്പ്. എല്ലാം കുഞ്ഞിതായിട്ട് വേണം അരിയാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ, ഗ്രീൻ പീസ് അതും ചേർക്കാം. 2 മുട്ട, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, സവാള 3 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് അണിയൻ 1/4 കപ്പ്. ഇതെല്ലാം കുഞ്ഞായിട്ട് വേണം അരിയാനായിട്ട്. ഇത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ്, ഓപ്ഷനിലാണ്. അരി ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഞെക്കി നോക്കുമ്പോൾ ഇത് ചെറുതായിട്ട് ഞെങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് വാർക്കാം. ഇനി ഒരുപാട് സമയം വേവിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അരി ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. ഒരു 1/4 വേവല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വേവ് ഇതിൻ്റെ അകത്ത് കിടന്ന് തന്നെ ആയിക്കോളും. ഇനി ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ വേവിച്ചെടുക്കുകയോ ചെയ്താലും മതി കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ക്രിസ്പി ആകണ്ട. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. തവിയുടെ ബാക്ക് വശം വെച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്യാം. ഇനി ഇത് കോരി മാറ്റാം. ചിക്കൻ ഇത് കണക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ക്രിസ്പി അല്ല, സോഫ്റ്റാണ്. ഇനി ഇതിനെ നമ്മളൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിച്ചി കീറിയെടുക്കണം. ഇതിപ്പോൾ വലിയ പീസല്ലേ, അപ്പോൾ അത് കുഞ്ഞായിട്ടിങ്ങനെ കൈ കൊണ്ട് തന്നെ പിച്ചെടുത്തേച്ചാൽ മതി. ചൂടാറിയതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട്. ഇത് കണക്കാണ്. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞതായിട്ട് പിച്ചി കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാം നമ്മൾ അടുത്ത് തന്നെ വെച്ചിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് വിസ്താരമുള്ള പാത്രമാണ് എടുക്കേണ്ടത്. നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വോപ്പാൻ പാത്രം, അതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അധികം കനമില്ലാത്ത എന്നാൽ കുറച്ച് നല്ല വലിപ്പം കൂടിയ ഒരു പാത്രമാണെങ്കിൽ നല്ലത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തേക്കുന്നത്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ആയിരിക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റ്, ബീൻസ്. ക്യാരറ്റും ബീൻസും വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ആദ്യമേ ഇത് വേവിക്കാം. അതിനുശേഷം നമുക്ക് ക്യാബേജും ക്യാപ്സിക്കവും കൂടെ വേവിക്കാം. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട. നമ്മൾ ചിക്കൻ ക്യൂബ് ഇടുന്നുണ്ട്. ഞാനിതിലേക്ക് ഇപ്പോൾ തന്നെ ചിക്കൻ ക്യൂബ് ചേർക്കണേണ്. ചിക്കൻ ക്യൂബ് ഇടുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നല്ല ഉപ്പുണ്ടാവും. ഇതിൻ്റെ അകത്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞു വരും. വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആകാൻ പാടില്ല. ചെറിയൊരു ക്രഞ്ചി ആയിട്ട് വരണം. ബീൻസും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാബേജ്, ക്യാപ്സിക്കം അത് ഇതുപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി അതിൻ്റെ അകത്ത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്, 1/4 ടീസ്പൂൺ നല്ലെണ്ണ. വെജിറ്റബിൾസ് എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് മാറ്റണേ കേട്ടോ. അത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സോസൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറിപ്പോവും. ഇതിൻ്റെ പകുതി എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ, മുട്ട, ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി ചേർക്കാം. പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. റൈസ് ചേർത്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തന്നെ
ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഇളക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന റൈസ് പൊട്ടിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും സ്പ്രിംഗ് അണിയനും കൂടെ ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചില്ലി ചിക്കൻ, ചില്ലി ഗോബി അല്ലെങ്കിൽ ചില്ലി സോയ ചാങ്ക്സ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് എല്ലാവർക്കും അറിയാം, ഇത് നല്ല ടേസ്റ്റാണ്, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ എന്നുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്